തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ അന്വേഷണ ഏജൻസികളെ കാട്ടി പേടിപ്പിക്കുകയാണ്, വേട്ടയാടുകയാണ്. ഇനി ആരും ഇതിനു മുതിരരുത് എന്ന സന്ദേശമാണ് സംഘപരിവാർ നൽകുന്നത്. അതിൽ യാതൊരു സംശയം പ്രകടിപ്പിക്കാത്ത, ചോദ്യം ചോദിച്ച് അലോത്സരപ്പെടുത്താത്ത മാധ്യമപ്രവർത്തകരും കൂടിയുള്ളപ്പോൾ ഭരണകൂടത്തിന് എല്ലാം എളുപ്പമാകും. ഇനി ഗോകുലം ഗോപാലൻ സാമ്പത്തിക കുറ്റകൃത്യം നടത്തി എന്നാണെങ്കിൽ ഇതുവരെ ഇ ഡി എവിടെയായിരുന്നു? ഏത് കൊട്ടേഷന്റെ പിന്നിലായിരുന്നു? എന്താണ് ഇ ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്ത് ചെയ്യുന്ന സേവനം, ആർക്കു വേണ്ടിയാണ് എന്നൊക്കെ വ്യക്തമാണ്. ഇ ഡിയുടെ സേവനം നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 10 വർഷമായി 193 കേസുകളാണ് MLA-മാരും MP-മാരും അടക്കമുള്ള രാഷ്ട്രീയക്കാർക്കെതിരെ ഇ ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ തെളിയിക്കപ്പെട്ടത് വെറും 2 കേസുകൾ മാത്രമാണ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 193 കേസുകളിൽ 138 കേസുകളും 2ാം മോദി സർക്കാരിന്റെ കാലത്താണ്. ഇത്തരത്തിൽ പല പ്രതിപക്ഷ പാർട്ടികൾക്കുമെതിരെ CBI-യെയും ഇ ഡിയെയും ഉപയോഗിക്കുന്നത് കേന്ദ്രത്തിന്റെ സ്ഥിരം നയമാണ്. ഒന്നുകിൽ നിശബ്ദരാകുക, അല്ലെങ്കിൽ BJP-ക്കൊപ്പം ചേരുക, അതുമല്ലെങ്കിൽ സൈബർ വേട്ടകൾക്കും സെൻട്രൽ ഏജൻസിയുടെ വേട്ടയ്ക്കും ഇരയാകുക.